കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ഇസ്രായേലിന് ഒരു നിർദ്ദേശം നൽകി. ഹൂത്തി വിമതരെ നിങ്ങൾ ഇനി ആക്രമിക്കേണ്ട കാര്യമില്ല, അവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന്. നിങ്ങൾ ഇനി ഹമാസിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ ഏതാണ്ടൊരു തീരുമാനവുമായിട്ടുണ്ട്. ഹൂത്തി വിമതർ പ്രധാനമായും ഭീഷണി ഉയർത്തിയിരുന്നത് ചെങ്കടലിലാണ്. ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി കൂട്ടക്കൊലയും തട്ടിക്കൊണ്ടുപോകലൊക്കെ നടത്തിയതിന് തൊട്ട് പിന്നാലെയാണ് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂത്തി വിമതർ അതുവഴി കടന്നു പോകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങിയത്. ആദ്യം ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു എങ്കിലും പിന്നീട് അതുവഴി കടന്നു പോകുന്ന എല്ലാ കപ്പലുകളെയും അവർ ആക്രമിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് അമേരിക്ക അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പടക്കപ്പലുകളെ ഈ മേഖലയിൽ വിന്യസിച്ചത്. അതിനുശേഷം ഹൂത്തികൾ അവരുടെ ഡ്രോണുകളും അതുപോലെ മിസൈലും ഒക്കെ അയക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. ഇടയ്ക്ക് കുറച്ചു നാൾ ഹൂത്തി വിമതർ നിശബ്ദരായിരുന്നു. കാരണം ഇസ്രായേൽ അവരുടെ ആസ്ഥാനമായ യമനിൽ നടത്തിയ അതിശക്തമായ ആക്രമണത്തിൽ അവരുടെ പ്രധാന സന്നാഹങ്ങളൊക്കെ അന്ന് തകർന്ന് തരിപ്പണമായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇവർ തലപൊക്കുകയാണ്. അങ്ങനെ വീണ്ടും ഇസ്രായേലിലേക്ക് 1-2 ബാലിസ്റ്റിക് മിസൈലുകൾ അയക്കുകയൊക്കെ ചെയ്തു. ഈ ഘട്ടത്തിലാണ് അമേരിക്ക പറഞ്ഞത് ഇവരുടെ കാര്യം നിങ്ങൾ നോക്കേണ്ടത് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന്. ഇന്നലെയും ഇന്നുമായി യമനിലെ ഏതാണ്ട് 8ഓളം ഗവർണറേറ്റുകളിൽ, അതായത് സംസ്ഥാനങ്ങളിൽ അമേരിക്കൻ സൈന്യം ആഞ്ഞടിക്കുകയായിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും ഉൾപ്പെടുന്ന എല്ലാ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളും അമേരിക്കൻ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇക്കാര്യം ഇപ്പോൾ ഹൂത്തികൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അമേരിക്ക പ്രകോപനമില്ലാതെ തങ്ങൾക്കെതിരെ ആക്രമണം നടത്തി എന്നൊക്കെയാണ് അവർ പറയുന്നത്. അമേരിക്ക പെട്ടെന്ന് ഹൂത്തികൾക്ക് തിരിച്ചടി നൽകാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് നോക്കുമ്പോഴാണ് അത് ഇസ്രായേൽ ആക്രമണം ഒരു വശത്ത് കടലിലൂടെ പോകുന്ന കപ്പലുകൾ ആക്രമിക്കുന്ന മറ്റൊരു സംഗതി എങ്കിൽ പോലും ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് ഹൂത്തികളുടെ ഈ തള്ള് സ്വഭാവം കൊണ്ടാണ്. അവർ നിരന്തരമായി സമൂഹ മാധ്യമങ്ങളിലൂടെ തള്ളുന്നുണ്ടായിരുന്ന ഒരു കാര്യം, ഞങ്ങൾ അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലുകളിലൊന്നായ ഹാരി എസ് ട്രൂമാനെ ആക്രമിച്ചു എന്നായിരുന്നു. ഞങ്ങൾ നിരന്തരമായി ആക്രമിച്ചു എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ തവണ അവകാശവാദം ഉന്നയിക്കുമ്പോഴും അമേരിക്ക ആഞ്ഞടിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി 8ാമത്തെയോ 9ാമത്തെയോ തവണ ഞങ്ങൾ വീണ്ടും ആ ഹാരി എസ് ട്രൂമാനെ ആക്രമിച്ചു എന്നും കപ്പലിനെ കേടുവരുത്തി എന്നുമൊക്കെ അവകാശവാദങ്ങളുമായി ഹൂത്തികൾ രംഗത്തെത്തിയിരുന്നു. എന്നാൽ അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇവരയച്ച ഡ്രോണുകൾക്കും മിസൈലുകൾക്കും ആ കപ്പലിൻ്റെ 7 അയലത്ത് പോലും വരാൻ സാധിച്ചിരുന്നില്ല എന്നാണ്.